എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. പി വി അൻവർ MLA അറസ്റ്റിൽ രാഷ്ട്രീയ പ്രേരിതമോ ബാഹ്യ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. നിലമ്പൂരിൽ അക്രമം നടന്ന വനം വകുപ്പ് ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ ഇത് ഗാർഡൻ മാത്രം സമയത്തെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റില്ല. എന്നെ കണ്ടായിരുന്നു ഇല്ല സർ, ഇവിടെ പോലീസ് നടപടിയിൽ അസ്വാഭാവികത തോന്നാമെന്നും എന്നാൽ അവർക്ക് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധ സമരങ്ങളോട് മന്ത്രിയായ ശേഷം താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ പി വി അൻവർ MLA നടത്തിയത് പ്രതിഷേധ സമരമല്ല, അക്രമ സമരമാണെന്നും മന്ത്രി പറഞ്ഞു. ആ പ്രദേശത്തുകാർക്ക് വിഷമമുണ്ടാവും, സങ്കടമുണ്ടാവും. പക്ഷെ അവരാരും അക്രമാസക്തരായി ഗവൺമെന്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ കാണുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധ ശബ്ദങ്ങളാണ്. ഞങ്ങൾ സാധാരണ ഈ ഗവൺമെന്റ് പ്രതിഷേധ സമരങ്ങളിൽ കൂടി നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് വികാരമുണ്ടാകും. ആ വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാട്. ആ നിലപാടനുസരിച്ച് ഞാൻ ഇത്രയും ഞാൻ അധിക വനം വകുപ്പ് മന്ത്രിയായതിനു ശേഷം നടന്ന ഒരു സമരത്തോടും, വനവുമായി ബന്ധപ്പെട്ട ഒരു സമരത്തോടും അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരോട് സ്നേഹപൂർവ്വം പെരുമാറുകയാണ്. കാരണം അത് അവരുടെ അവകാശമാണ്. ജനങ്ങളോടൊപ്പം നിൽക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുപ്രവർത്തകന്മാരുടെയും ഒരു ബാധ്യതയാണെന്ന് കരുതുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. പക്ഷെ ഇവിടെ ഒരു പ്രകോപനവും ഇല്ലാതെ ഇവിടെ നിന്നും ഈ പറയുന്ന സ്ഥലത്തേക്ക് 10-40 കിലോമീറ്ററിൽ അധികമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു പ്രതിഷേധം ആയിക്കോട്ടെ, അതും നമുക്ക് അപലപിക്കേണ്ടതില്ല. ആ പ്രതിഷേധം എങ്ങനെയാണ് കൊടുന്നതിനെ അക്രമാസക്തമാകുന്നത്? അങ്ങനെ അക്രമാസക്തമാകുന്ന ഒരു രംഗം വന്നപ്പോൾ പ്രതിഷേധം നടത്തിയവർക്കെതിരെയല്ല, അക്രമം നടത്തിയവർക്കെതിരെയാണ് പോലീസിന്റെ നിയമാനുസരണമുള്ള നടപടികൾ ചെയ്യുക. അത് പോലീസിന്റെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായി. എന്താണോ നിയമം അനുശാസിക്കുന്നത് ആ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോകണമെന്ന നിലപാടാണ് എനിക്കുള്ളത്, ഗവൺമെന്റിനുള്ളത്. കാട്ടാന ആക്രമണം ഉൾവനത്തിൽ വെച്ചാണ് നടന്നതെങ്കിലും മരണപ്പെട്ട ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ഇത് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടായ തീരുമാനപ്രകാരമാണെന്നും എ കെ ശശീന്ദ്രൻ നിലമ്പൂരിൽ പറഞ്ഞു. ആദ്യ ഗഡുവായ 5 ലക്ഷം ഉടൻ കൈമാറും. വന്യമൃഗ ആക്രമണം മൂലം കൊല്ലപ്പെടുന്നവരുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നത് ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി VP അനിൽ, NCP സംസ്ഥാന സെക്രട്ടറി, CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ, മുൻ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, NCP നേതാക്കളായ ഷാഹുൽ ഹമീദ്, ആലിസ് മാത്യു, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തുടർന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മരണപ്പെട്ട ആദിവാസി യുവാവ് മണിയുടെ ബന്ധുക്കളെ കാണാൻ കരുളായി പൂച്ചപ്പാറ നഗറിലേക്ക് പോയി. എ+ വിഷൻ, നിലമ്പൂർ.
ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.